മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പല ദിവസങ്ങളിൽ എന്നെ പല ആൾക്കാരും ചീത്ത പറയുകയും അതേപോലെ തന്നെ ഒരുപാട് വാട്സപ്പിൽ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ യാഥാർത്ഥ്യം പറയുന്നുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. എന്നെ ചീത്ത പറഞ്ഞ ആൾക്കാരോ എന്നെ ഉപദേശിച്ച ആൾക്കാരോടൊന്നും എനിക്ക് യാതൊരുവിധ പരിഭവമില്ല. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. അത് നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ആലുവയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയതാണ്. 5 മണിക്ക് എൻ്റെ വാട്സപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരുടെയും വാട്സപ്പിൽ വന്നൊരു മെസ്സേജായിരുന്നു. രജിത് കുമാർ, നമ്മുടെ രജിത് സാറ് DRK എയർപോർട്ടിൽ വരുന്നുണ്ട് എന്നൊരു വോയിസ്. ഇതിൻ്റെ ബേസ് ചെയ്ത് എന്തായാലും കൊറോണ വൈറസാണ്, അപ്പോൾ ആളുകൾ ആരും ഉണ്ടാവില്ല, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയാനായിട്ട് പോയ ഒരാളാണ് ഞാനൊരു 7 മണിയായപ്പോഴാണ് അവിടെ ചെന്നത്. ഞാൻ ചെന്നപ്പോൾ അവിടെ വലിയ ആൾക്കാരാരുമില്ലായിരുന്നു. ഒരു 2-3 ആൾക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പോലീസുകാരെല്ലാവരും അവരെയൊക്കെ ശാന്തമായിട്ട് അവിടെ ഇരുന്നുണ്ട്. പട്ടാളക്കാരെല്ലാവരും സെക്യൂരിറ്റി എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളുമില്ല, നിങ്ങൾ സാധാരണ പോലെ കാര്യങ്ങളൊക്കെ അവിടെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഒരു ചെറിയൊരു വ്ളോഗ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ സുഹൃത്തുക്കൾ കാണുന്നതാണ്, അതിലൊന്ന് ഉൾപ്പെടുത്താമെന്ന രൂപേണയാണ് ഞാൻ അതിൻ്റെ അകത്ത് പോയത്. അതല്ലാതെ നമ്മളതിൻ്റെ അകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ നിന്ന് പോരേണ്ടതായിരുന്നു, പക്ഷെ പോകുന്നില്ല. ഒരു യൂട്യൂബർ എന്ന രൂപത്തിൽ ഞാൻ അവിടെ നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നെ തിരിച്ചറിഞ്ഞ എൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറുനാടൻ മലയാളിക്കാരൻ വന്ന് ചോദിച്ചു, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ചോദിച്ചു, എങ്ങനെ തോന്നുന്നു ഇബാദിക്ക, നിങ്ങൾക്ക് ബ്ലോഗർ ഉണ്ടല്ലോ, എങ്ങനെ തോന്നുന്നു ഈ ഒരു കാഴ്ച? സാറിന് പുറത്താക്കിയ എല്ലാവർക്കും സങ്കടമുണ്ട്, അതേപോലെ എനിക്കും സങ്കടമുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാ ആൾക്കാരും അത് പ്രചരിപ്പിച്ചത്. ഞാൻ 4ാം പ്രതിയാക്കി എന്നുള്ളൊക്കെ കേസൊക്കെ ഉണ്ടായി. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, സാറേ ഞാൻ ബ്ലോഗറാണ്, അറിയാമല്ലോ. ഒരു പറഞ്ഞു നിങ്ങളെ നമുക്കറിയാം, നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാം, അതെന്തായാലും അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുകയാണ് ചെയ്തത്. ഞാൻ ആ പോയതിനെ ന്യായീകരിക്കുകയൊന്നുമല്ല കേട്ടോ, പക്ഷെ അവിടെ നിന്ന് പോരേണ്ടതായിരുന്നു. അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഇല്ലായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിലാണ് നിന്നത്. ഞാൻ യാതൊരുവിധ മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടാനുള്ള പരിപാടിയൊന്നും ഞാൻ അതിൻ്റെ അകത്ത് സെറ്റായിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തില്ല. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു. ഇനിയും ഈ വീഡിയോ ഇടുമ്പോൾ പല സുഹൃത്തുക്കളും എന്നെ ചീത്ത പറയുന്നറിയാം. കുഴപ്പമില്ല, നിങ്ങളൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ, നിങ്ങൾ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. നമ്മൾക്കൊരു തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് ഞാൻ പൂർണ്ണമായിട്ടും ഒരു മാപ്പ് അപേക്ഷിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത തെറ്റുകളാണെന്നുണ്ടെങ്കിൽ അവൻ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനിയും ഉപദേശിക്കുക, ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം കേട്ടോ. ബൈ.